നല്ലവരായ നാട്ടുകാരെ, പൊതുജനങ്ങളെ, നമസ്കാരം. കാർത്തിപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഇത്തവണ BJPക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭരണം എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ പരമപ്രധാനം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തെ, നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, നിരവധി പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ പൊതുജനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, വൃശ്ചിക വേലികേറ്റ സമയത്ത് ഈ ഊരുവെള്ളം നമ്മുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു വരികയും നമ്മുടെ ഉപജീവന മാർഗമായ നമ്മുടെ അമ്മമാർക്ക് കയറി വിരിക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. അപ്പം അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്ത് നല്ലൊരു പദ്ധതി തയ്യാറാക്കി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ ഇറിഗേഷൻ്റെയൊക്കെ സമ്മതത്തോടു കൂടി നമുക്കൊരു ശാശ്വത പരിഹാരം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനുള്ള പ്രാഥമിക കാര്യങ്ങൾ, അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കി അത് കണ്ടെത്തേണ്ട മാർഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമുക്ക് വേണ്ടുന്ന നിരവധി പദ്ധതികളുണ്ട്. നമ്മുടെ കയർ തൊഴിലാളികളുടെ പിരിച്ചാൽ കൂലി കിട്ടാത്ത അവസ്ഥയുണ്ട്. നമുക്കറിയാം, നമ്മുടെ മിക്ക വീടുകളിൽ കയറുവരിയാണ് ഉപജീവന മാർഗം. അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. അതിനും ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത് അതിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു പൊതു ശ്മശാനം, നമുക്ക് കാർത്തിപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് ഏതാണ്ട് 10-30 സെന്റോളം പൊതു ശ്മശാനത്തിന് വേണ്ടിയുള്ള സ്ഥലം കിടപ്പുണ്ട്. നമ്മൾക്ക് അവിടെ ഒരു ശ്മശാനം പണിത് നമ്മൾക്ക് ഈ നാടിൻ്റെ, നമുക്കറിയാം, വെള്ളപ്പൊക്ക സമയത്തൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ശവസംസ്കാര ചടങ്ങൊക്കെ നടത്തുവാൻ വളരെ ബുദ്ധിമുട്ടുകളാണ്. ശ്മശാനം ആവശ്യമാണ്. അതിന് വേണ്ടുന്ന നടപടികളും ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അങ്ങനെ വിവിധ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ എത്തിയിട്ടില്ല. BJPയുടെ ഭരണം എത്തിയത് കൊണ്ട് നമുക്ക് ഈ പദ്ധതികൾ മുഴുവൻ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി കാർത്തിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരമാവധി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിന് ഞാനും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ പ്രസ്ഥാനവും എന്നും നിങ്ങൾക്കൊപ്പം കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് വേണ്ടത് കാർത്തിപ്പള്ളിയുടെ സമഗ്ര വികസനമാണ്. ഈ പദ്ധതികൾ മുഴുവൻ കൊണ്ടുവന്ന് നമ്മുടെ ഈ കാർത്തികപ്പള്ളിയെ ഒരു വികസന പഞ്ചായത്താക്കി മാറ്റുവാൻ നമ്മൾക്കും വേണം. അംഗനവാടികൾ സ്മാർട്ടാകണം, നമ്മൾക്ക് നല്ല റോഡുകൾ വേണം. ഗ്രാമീണ സടക്ക് യോജന പ്രകാരം നമുക്ക് എത്രയൊക്കെ റോഡുകൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ എത്ര റോഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം. നമുക്കറിയാം, നമ്മുടെ LSTD ഫണ്ടുകൾ നമുക്ക് വളരെ തുച്ഛമായിട്ടേ കിട്ടുന്നുള്ളൂ. നമ്മൾ കൂടുതലും പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും റോഡുകൾ ചെയ്യുന്നതും ഒരു മെറ്റീരിയൽ വർക്കായ നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ കോൺക്രീറ്റ് റോഡുകൾ ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ അങ്ങനെ സമഗ്രമായ ഒരു വികസനമാണ് നമ്മുടെ ഈ തീരപ്രദേശമായ നമുക്ക് കാർത്തിപ്പള്ളിക്ക് വേണ്ടത്. അതിനുവേണ്ടി എന്നും ഈ ജനങ്ങൾക്കൊപ്പം ഈ ഞങ്ങൾ കാർത്തിപ്പള്ളിയിലെ ഭരണസമിതി ഒന്നടങ്കം നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു. ഈ കാർത്തിപ്പള്ളിയുടെ സമഗ്ര വികസനമാണ് കാർത്തിപ്പള്ളി BJP ഭരണ സംവിധാനം ആഗ്രഹിക്കുന്നത്. അതിന് എൻ്റെ പാർട്ടിയും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് കാർത്തിപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പറും കാർത്തിപ്പള്ളിയുടെ BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടായ ശ്രീ സുമാരാജ് അവர்களാണ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവർക്കും നമ്മുടെ കണ്ണുരുണിയായ ശോഭാ സുരേന്ദ്രൻ, നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കാർത്തിപ്പള്ളി പഞ്ചായത്തിൽ നമ്മൾ 1ാം സ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് നമ്മൾ കാർത്തിപ്പള്ളി പഞ്ചായത്തിൽ നമ്മൾ BJP ആണ് 1ാം സ്ഥാനം. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാർത്തിപ്പള്ളി പഞ്ചായത്താണ് BJPയുടെ ഇതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമുക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനും നമ്മൾക്ക് ഈ മണ്ഡലം പിടിക്കണം. അതുകൊണ്ട് റിക്വസ്റ്റ്, ഈ കാർത്തിപ്പള്ളി ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് ചേച്ചി മത്സരിക്കണം എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. അതിന് ചേച്ചി ഇവിടെ മത്സരിക്കണമെന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് ചേച്ചിയെ വളരെ ബഹുമാനത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മളെല്ലാം പ്രിയങ്കനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ സന്ദീപേട്ടൻ, നമുക്കറിയാം, നമ്മുടെ ചാനൽ ചർച്ചകളിലൂടെ നമ്മളെ ഹരം കൊള്ളിക്കുന്ന സന്ദീപേട്ടൻ അല്ലേ, എല്ലാ പരിപാടിക്കും ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മാർഗദർശനങ്ങളും തരികയും ഞങ്ങളെ ഒപ്പം നിർത്തി
ഇന്നും ഞങ്ങളുടെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്ത ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ പ്രിയപ്പെട്ട സന്ദീപേട്ടനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ മഹേഷ്. നമുക്കറിയാം, നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തിന്റെ കൂടെ നിന്ന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുകയും ചെയ്യുന്ന ബഹുമാന്യ വ്യക്തിത്വമാണ് മഹേഷ്. അദ്ദേഹത്തിന് സമയം കണ്ടെത്തി കഴിയുന്നത്ര വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്ത മാന്യ വ്യക്തിയാണ് അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അനുവേട്ടനാണ് ഇന്നലെ ഞങ്ങളെ ഇന്ന് യോഗമുണ്ടെന്ന് വിളിക്കുകയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്, അതുതന്നെയല്ല ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് വേണ്ടി നിർദ്ദേശങ്ങൾ തരികയും അത് ചെയ്യണം ഇന്നത് ചെയ്യണം പറഞ്ഞു തരികയും ചെയ്തത് അതിന്റെ ജനറൽ സെക്രട്ടറി അനുവേട്ടനാണ്. എല്ലാ കാര്യങ്ങൾക്കും മണ്ഡലത്തിനോടും പഞ്ചായത്തിനോടും ചേർന്ന് പ്രവർത്തിക്കുന്ന അനുവേട്ടനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ സംസ്ഥാന സമിതി അംഗം ശ്രീ ഉണ്ണിത്താൻ ചേട്ടനോടുണ്ട്. ഉണ്ണിത്താൻ ചേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ മുതിർന്ന കാര്യകർത്താവാണ്, യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മണ്ഡലത്തിന്റെ സെക്രട്ടറിമാരായ ശ്രീ അജിത്, അതുപോലെ തന്നെ ഹരീഷ്, അതുപോലെ സംസ്ഥാനത്തിന്റെ കൗൺസിൽ അംഗം ശ്രീ ദിലീപ്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരായ നമ്മുടെ 9ാം വാർഡിലെ മെമ്പർ ശ്രീ വിനീത്, അതുപോലെ തന്നെ 10ലെ മെമ്പർ ശ്രീ സുഗു പണിക്കർ, 11ലെ മെമ്പർ ഉമയമ്മ, 13ലെ മെമ്പർ കനകലത, 14ലെ മെമ്പർ വിനീത, ഇവരെല്ലാം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കാൻ എത്തിയിരിക്കുന്ന മാന്യ വ്യക്തികൾ, അതുപോലെ തന്നെ നമ്മുടെ തൃക്കുന്നപ്പയുടെ മെമ്പർ സനു ഇവിടെ ഉണ്ട്. സനുവിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കാൻ വേണ്ടിയിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങളെയും ഞങ്ങളുടെ ബഹുമാന്യ പ്രവർത്തകരെയും എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം.